In the chapter Arithmetic Sequence, our next topic is Arithmetic Sequence. Example 4, 7, 10, etc. In our previous classes, we discussed about sequence, arithmetic sequence, terms, common difference, etc. Isn't it? കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസും ടേംസും അതേപോലെ തന്നെ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സും അതിൻ്റെ കണ്ടിന്യൂഷനാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് ഡിസ്കസ് ചെയ്യാതെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ അറിവുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം. 4, 7, 10 എക്സെട്ര എന്ന് പറയുന്ന ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണെന്നും സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 7 ആണെന്നും തേർഡ് ടേം എന്ന് പറയുന്നത് 10 ആണെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് മീൻസ് 7 മൈനസ് 4 3 ആണ്. ദെൻ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം 10 മൈനസ് 7 3 ആണ്. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് എല്ലാവരുടെയും കോമൺ തന്നെയാണ്. ദാറ്റ് ഈസ് ഡിഫറൻസസ് എല്ലാവരുടെയും കോമൺ തന്നെയാണ്. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, അല്ലേ? ഇപ്പോൾ ഇതിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇതിൽ ഓരോ നമ്പേഴ്സും അവരുടെ പൊസിഷൻ നോക്കിയിട്ട് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം എന്നുള്ള രീതിയിൽ നമുക്ക് ആ നമ്പേഴ്സിനെല്ലാം ഓരോരോ ടേംസ് ആയി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആകുകയാണെങ്കിൽ ആ സീക്വൻസിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാമെന്നും നമുക്കിതൊന്ന് മനസ്സിലാകുന്നില്ല. ഇതൊന്നും പുതിയ അറിവുകളല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 4 എണ്ണം ഹോംവർക്കാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഗിവ് റീസൺസ് ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസസ്. റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ സീക്വൻസ്, അതിൻ്റെ സീക്വൻസ് ആദ്യം എഴുതണം. ദെൻ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് അത്രയും കാര്യങ്ങൾ എഴുതണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓഡ് നമ്പേഴ്സ് ചെറിയ ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചാൽ 1, 3, 5, 7, 9 എക്സെട്ര എന്നുള്ളതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 1, 3, 5, 7, എക്സെട്ര എന്നുള്ളതായിരിക്കും, അല്ലേ? ഇതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഓരോ ടേം, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഇതിൽ അടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് നോക്കി 3 മൈനസ് 1 2 ആണ്, 7 മൈനസ് 5 2 ആണ്. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. എല്ലാവരുടെയും സെയിം ആയിട്ട് തന്നെ ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സീക്വൻസിന് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ ഫോമാറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ചെയ്തു തരുന്നുള്ളൂ. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എക്സാമ്പിളായിട്ട് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പറിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 2, 4, 6 എക്സെട്ര എന്നുള്ളതാണ്. ഇതിൽ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്, ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആവും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ: സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് കോൾഡ് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എല്ലാം എഴുതണം. ആ ഓഡ് നമ്പേഴ്സിനെയൊക്കെ കൂടി ഒരു ഹാഫും കൂടി ചേർത്തുകൊണ്ട് എഴുതണം. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം, 1, 3, 5, 7 എക്സെട്ര എന്നുള്ളതാണ്. ഇതിലൊരു ഹാഫ് ചേർക്കണം, ദാറ്റ് മീൻസ് 1/2 കൂടി ചേർക്കണം. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ 1, 1/2, 3, 1/2, 5, 1/2, 7, 1/2 എക്സെട്ര. ദാറ്റ് മീൻസ് ഓഡ് നമ്പേഴ്സിൻ്റെ കൂടെ ഹാഫ് കൂടി ചേർക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ കിട്ടുന്ന ഫ്രാക്ഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, 1/2, സെക്കൻഡ് ടേം 3, 1/2, തേർഡ് ടേം 5, 1/2.
ഓക്കെ, അങ്ങനെ പോകും. അതിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3 1/2 മൈനസ് 1 1/2 എന്തായിരിക്കും വരിക? 2 ആയിരിക്കും അല്ലേ. 1/2 1/2 കൂടി ക്യാൻസൽ ചെയ്യും. 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ അടുത്തത് നോക്കുമ്പോഴും 1/2 1/2 കൂടി മൈനസ് ചെയ്യുമ്പോൾ പോയി 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ അരിത്മെറ്റിക് സീക്വൻസ്. Okay, then fourth question, sequence of powers of 2 powers of 12ന്റെ പവേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 12ന്റെ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്പേഴ്സ് 0 1 2 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് അല്ലേ. അപ്പോൾ 12ന്റെ പവർ എഴുതുമ്പോഴും എങ്ങനെ എഴുതണം? 12^0, 12^1, 12 സ്ക്വയർ, 12 ക്യൂബ്, 12^4, 12^5 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് 12^0 എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x⁻0 എന്ന് പറയുന്നത് 1 ആണ്. x⁻1 എന്ന് പറയുന്നത് എക്സ് ആണെന്നും നമ്മൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ദാറ്റ് മീൻസ് ആ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് 7th നിങ്ങൾക്ക് കിട്ടിയ അറിവാണ്. ദാറ്റ് മീൻസ് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം 12^0 എന്ന് പറയുന്നത് 1 ആണെന്ന്. അതേപോലെ തന്നെ 12^1 എന്ന് പറയുന്നത് x⁻1 എക്സ് ആണ്. സോ 12^1 എന്ന് പറയുന്നത് 12 ആണ്. 12 സ്ക്വയർ എന്ന് പറയുന്നത് 12 × 12. ദാറ്റ് മീൻസ് 12 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് 12 സ്ക്വയർ എന്ന് പറയാം അല്ലേ. അപ്പോൾ 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 × 12 ദാറ്റ് മീൻസ് 144 ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി കോമൺ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് എന്താണ്? ഡിഫറൻസ് ഒന്നും സെയിം അല്ല. സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും കൂടി മൈനസ് ചെയ്യുന്ന സമയത്ത് 11 ആണ് കിട്ടുന്നത്. തേർഡ് ടേമും സെക്കൻഡ് ടേമും കൂടി മൈനസ് ചെയ്യുന്ന സമയത്ത് 132 ആണ് വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഡിഫറെൻ്റ് ആണ്. കോമൺ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തത് കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഈക്വൽ അല്ല എന്ന് കാണുമ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കോമൺ ഡിഫറൻസ് സെയിം അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 2 3 4 5 എക്സെട്ര എന്നുള്ളതാണ് അല്ലേ. അതിൻ്റെ റെസിപ്രോക്കൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റെസിപ്രോക്കൽ വരിക? ഈ 1 എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/1 ആണ്. 2 എന്ന് പറയുന്നത് 2/1 ആണല്ലോ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/2 ആവും. 3 എന്ന് പറയുന്നത് 3/1 ആണ് അല്ലേ. ഒരു നമ്പർ അങ്ങനെ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ദാറ്റ് മീൻസ് ഡിനോമിനേറ്റർ ആയിട്ട് 1 ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ 1/1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/1 ആവും. 2/1ൻ്റെ റെസിപ്രോക്കൽ 1/2, 3/1ൻ്റെ റെസിപ്രോക്കൽ 1/3. ഇതിലും ഇതേപോലെ നമ്മൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 1/2 മൈനസ് 1/1 ദാറ്റ് മീൻസ് 1/2 ആയിരിക്കും വരിക. 1/3 മൈനസ് 1/2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഡിഫറൻസും എന്താക്കില്ല, ഈക്വലായിട്ട് വരില്ല അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇല്ല. ദാറ്റ് മീൻസ് അതൊന്നും ഡിഫറൻസ് എന്ന് പറയുന്നതൊന്നും സെയിം അല്ല. ദാറ്റ് മീൻസ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി സെക്കൻഡും തേർഡും ഫോർത്തും നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, അത് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾ അതിൻ്റെ നോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡും തേർഡും ഫോർത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിക്ചേഴ്സാണ്. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ പിക്ചറിൻ്റെ ജസ്റ്റ് എണ്ണി നോക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വെച്ച് സീക്വൻസ് എഴുതുന്നു, ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കാണുന്നു. കോമൺ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഈസിയാണ്, നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഗൂഗിൾ മീറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ നോട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1 2 3 4 അപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദിസ് പിക്ചർ ദാറ്റ് മീൻസ് ഇതാണ് നിങ്ങളുടെ തന്നിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ ദ പെർപെൻഡിക്കുലർസ് ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത്സ് ഓഫ് പെർപെൻഡിക്കുലർസ് ഫോം ആൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നിരിക്കുന്നതിൽ ഇവരെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇവിടേക്കുള്ളത്, അത് തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇവിടേക്കുള്ളത്. ആ സ്പേസ് എല്ലാം ഈക്വൽ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെ ഈക്വൽ ആണ് എന്നുള്ളതെങ്കിൽ ആ പെർപെൻഡിക്കുലേഴ്സും കൂടിയുള്ളത് ദാറ്റ് മീൻസ് ഇതും ഇതും
ഇതും ഇങ്ങനെ പോകുന്ന പെർപെൻഡിക്കുലേഴ്സ് ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പറയാനായിട്ട്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കോമൺ ആയിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പിക്ചറിനെ എഗെയിൻ വരച്ചിട്ട് അവർക്ക് നെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെയിം ചെയ്തത് OACEG എന്ന് നെയിം ചെയ്തു. ദെൻ മുകളിലോട്ടുള്ളതിന് BDFGFH എന്ന് നെയിം ചെയ്തു. ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. OABCDEFGH. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതിൽ വെർട്ടെക്സിൽ കൊടുത്തു. ദെൻ ABCDEFGH അങ്ങനെ നെയിം ചെയ്തു. ഇനി ഇതിലെല്ലാം ദാറ്റ് മീൻസ് ഈ ലെങ്ത് തന്നെയാണ് ഇവിടെ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ വരച്ചുകൊണ്ട് ഇതിന് P എന്നും അതേപോലെ ഒരു ലൈൻ Q എന്നും ഇതേപോലെ ലൈൻ ഇവിടെ വരച്ചിട്ട് R എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വരുന്ന ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ വരിക, ഈ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ വരിക, അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ ഈ ലെങ്ത് എല്ലാം ദാറ്റ് മീൻസ് ഈ ലെങ്ത് എല്ലാം ഈക്വൽ ആണ് എന്ന് തന്നതുകൊണ്ട് തന്നെ OA ഈക്വൽ ടു AC ഈക്വൽ ടു CE ഈക്വൽ ടു EG ഈക്വൽ ടു എന്തെങ്കിലും ഒരു സംതിങ് അൺനോൺ നമ്പർ ദാറ്റ് മീൻസ് X ആണെന്ന് എടുത്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? OAയും ACയും CEയും EGയും X ആക്കി കൊണ്ടെടുത്തു. അവരെല്ലാം ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഈക്വൽ ആക്കി എടുത്തു. ഇനി ഇവിടെ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ Oയാണ് എല്ലാ ഈ പിക്ചറിൽ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഇവിടെ മനസ്സിലാവുന്നത്. ദാറ്റ് മീൻസ് OAB എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ OABയും അതേപോലെ തന്നെ OCDയും ഇങ്ങനെ എടുത്താലും എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടാവും. ദാറ്റ് മീൻസ് OABയിലും OCDയിലും വരുന്നതിൻ്റെ ഒരു കോമൺ ആംഗിളാണ് O എന്ന് പറയുന്നത് അല്ലേ. OAB എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും OCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലും ഇതിൽ വരുന്ന കോമൺ ആംഗിൾ എന്ന് പറയുന്നത് O ആണ്. അതേപോലെ തന്നെ OAയും ACയും എല്ലാം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കൺസെപ്റ്റ് എല്ലാം 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിരുന്നു. അതായത് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവുകയാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആവും, അതിനോടൊപ്പം തന്നെ ആംഗിൾസും ഈക്വൽ ആവും എന്നുള്ളതാണ് സിമിലർ ട്രയാങ്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ വേറൊരു കാര്യം കൂടി പഠിച്ചു. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളൊരു കേസ് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും സിമിലർ ട്രയാങ്കിൾ എന്താണെന്ന്. ഈ ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്കതിനെ സിമിലർ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ O എന്ന് പറയുന്നതും OCD എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ Oയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആംഗിൾ ഈക്വലായി. ദെൻ നെക്സ്റ്റ് ആംഗിൾസ് നോക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ഈ ആംഗിൾ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, C എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വലായി. രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ തേർഡ് ആംഗിൾ കൂടി ഈക്വൽ ആവും അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ രണ്ട് ആംഗിൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളിന് ഈക്വൽ ആയാലല്ലേ പറ്റും. അപ്പോൾ മൂന്ന് ആംഗിൾസും വേറൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസുമായിട്ട് ഈക്വൽ ആവുന്നുണ്ട് എങ്കിൽ ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആവും അല്ലേ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആവുകയാണെങ്കിൽ ഇതിന് വരുന്ന ഓപ്പോസിറ്റ് സൈഡും ഇതിന് വരുന്ന ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആവും. നമ്മൾ 8th പഠിച്ചതാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഇത് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഇതും ഈക്വൽ ആവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടി പഠിച്ചത് കൊണ്ട് തന്നെ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സിമിലർ ട്രയാങ്കിൾസ് ആകുന്നതിനോടൊപ്പം തന്നെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് പറയാം OAB എന്ന് പറയുന്ന ട്രയാങ്കിളും OCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും സിമിലർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. ഇത് നമ്മൾ 8th പഠിച്ചറിവ്. ഇനി ഈ സിമിലർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിലെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം എന്നുള്ളത് നമ്മൾ 9th പഠിച്ചു. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സൈഡ്സ് എങ്ങനെ എഴുതാം?
ഒ എ ബൈ ഒ സി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സൈഡ്സ് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് ഒ എ ആണ്, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് ഒ സി ആണ് അല്ലേ. അപ്പോൾ ഇത് എക്സ് ആണെന്നറിയാം, അതേപോലെ തന്നെ ഇതും എക്സ് ആണെന്നറിയാം. അപ്പോൾ ഈ ഒ സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ്, ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് 2x ആവും. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ് ഒ എ അത് എക്സ് ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. എ സിയും അതേപോലെ എക്സ് ആണ്. എ സി എക്സും ഒ എ എക്സും ആയതുകൊണ്ട് തന്നെ ഒ സി എന്ന് പറയുന്നത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് 2x ആണ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് കൂടി നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഒ എ ബൈ ഒ സി, ഒരു സൈഡിലുള്ള രണ്ട് ട്രയാങ്കിളിൽ വരുന്ന ഒരേ സൈഡ്സ് എടുത്തു. ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി. ആദ്യം ഈ സൈഡ്സിനെ കൺസിഡർ ചെയ്തു. ഒ എ ബൈ ഒ സി ഈക്വൽ ടു, ഇനി ഈ സൈഡിൽ വരുന്ന ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഒരേ സൈഡ്സ്, ദാറ്റ് മീൻസ് എ ബി ബൈ സി ഡി. ക്ലിയർ ആയില്ലേ? ഒ എ ബൈ ഒ സി ഈക്വൽ ടു എ ബി ബൈ സി ഡി. രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഒ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ഒ സി എന്ന് പറയുന്നതോ 2x ആണ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ബൈ 2x ഇസ് ഈക്വൽ ടു, എക്സും എക്സും ക്യാൻസൽ ചെയ്തു, ദാറ്റ് ഇസ് 1/2 ആണ്. എ ബി ബൈ സി ഡി ആണെന്ന് നമ്മൾ പറഞ്ഞു, എ ബി ബൈ സി ഡി. അപ്പോൾ ഇതൊന്നും എന്താ മനസ്സിലായത്? എ ബി ബൈ സി ഡി ഈസ് ഈക്വൽ ടു 1/2. ക്ലിയർ ആയില്ലേ? രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആദ്യം ഒരേ സൈഡ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്രൊപ്പോർഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ സൈഡ് കമ്പയർ ചെയ്തു. ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി എന്ന് കമ്പയർ ചെയ്തു. ഒ എ എക്സും ഒ സി എന്ന് പറയുന്നത് 2x ആണ്, ക്യാൻസൽ ചെയ്ത് 1/2 എന്ന് കിട്ടി. 1/2 ഈക്വൽ ടു എ ബി ബൈ സി ഡി ആണ്. സോ സി ഡി ഈസ് ഈക്വൽ ടു 2AB. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു സി ഡി സി ഡി, 2 ഇൻറ്റു എ ബി 2AB. ക്രോസ് ചെയ്തു. ഇനി എ ബി എത്രയാണോ അതിൻ്റെ 2 ടൈംസ് ആണ് സി ഡി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. സി ഡി ഈസ് ഈക്വൽ ടു 2AB ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലോ എ ബി എത്രയാണോ അതിൻ്റെ 2 ടൈംസ് സി ഡി, എ ബി എത്രയാണോ അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും ഇത്, എ ബി എത്രയാണോ അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും ഇത്. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ലൈനിൻ്റെ 2 ടൈംസ് ആണ് സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് ലൈനിൻ്റെ 3 ടൈംസ് ആണ് തേർഡ് ലൈൻ, ഫസ്റ്റ് ലൈനിൻ്റെ 4 ടൈംസ് ആണ് ഫോർത്ത് ലൈൻ. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10th ലൈൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ 10 ടൈംസ് ആയിരിക്കും 10th ലൈൻ എന്ന് പറയുന്നത് അല്ലേ. എത്രാമത്തെ ലൈനാണോ അത് ആദ്യത്തതിൻ്റെ അത്രയും ടൈംസ് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു 2AB, ഇ എഫ് എന്ന് പറയുന്നത് തേർഡ് ലൈനാണ്, അപ്പോൾ 3AB. ദെൻ ഫോർത്ത് ലൈൻ എന്ന് പറയുന്നത് ജി എച്ച് ആണ്, അപ്പോൾ ജി എച്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4AB എന്ന് കിട്ടും. ആ ഒരു രീതിയിൽ നമുക്ക് സീക്വൻസ് കിട്ടും. സീക്വൻസ് ഓഫ് ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ആദ്യത്തെ എ ബി, പിന്നത്തെ 2AB, പിന്നെ വരുന്നത് 3AB, പിന്നെ വരുന്നത് 4AB. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു സീക്വൻസ് ആയി. ഇതിൽ എ ബി എല്ലാം കോമൺ ആണ്, പക്ഷേ നോക്കൂ ആദ്യത്തെ 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4 അങ്ങനെ പോവുകയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? സെയിം ആണ്, എ ബി തന്നെയാണ് അല്ലേ. സോ പെർപെൻഡിക്കുലർ ലെങ്ത്സ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. കാരണം ആദ്യം നമ്മൾ ഇതിനെ നെയിം ചെയ്തു, നെയിം ചെയ്തതിന് ശേഷം 2 ട്രയാങ്കിൾസ് ആദ്യം വരുന്ന കൺസിഡർ ചെയ്തപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണെന്ന് തോന്നുന്നു. രണ്ടാമത് വരുന്നത് രണ്ടും റൈറ്റ് ആംഗിളാണ്. 2 ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആക്കി എടുത്തു. 3 ആംഗിൾസും ഈക്വൽ ആവുകയാണെങ്കിൽ 3 സൈഡ്സും 2 ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആവും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും റൈറ്റ് ആംഗിളുടെ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരേ സൈഡിൽ വരുന്ന 2 ട്രയാങ്കിളുടെ സൈഡ്സ് കൊടുത്തു, പ്രൊപ്പോർഷണലാക്കി. അങ്ങനെ നമുക്കൊരു ഫോമാറ്റ് കിട്ടി, സി ഡി ഈസ് ഈക്വൽ ടു 2AB എന്നുള്ളത്. അതായത് രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൻ്റെ 2 ടൈംസ് ആണ്. അത് ഈ ഫോമാറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ എടുത്തത് കൊണ്ടാണ് രണ്ടാമത്തെ കിട്ടിയത്. ഇനി മൂന്നാമത്തതും ഒന്നാമത്തതും കൂടി എടുക്കുകയാണെങ്കിൽ എന്ത് വരും? തേർഡ് ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൻ്റെ 3 ടൈംസ് ആണെന്ന് വരും. ആ ഒരു രീതിയിൽ പോകുന്ന അവസ്ഥയ്ക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എ ബി, 2AB, 3AB,
4AB, എക്സെട്ര ആണ്. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എ ബിയും ആണെന്ന് നമുക്കിന്ന് ക്ലിയർ ആണ്. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഒരു ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഹോംവർക്കായി ചെയ്യാം. ഗൂഗിൾ മീറ്റിൽ ഈ പറഞ്ഞ 2nd, 3rd, 4th, 6th ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നോട്ടിലേക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.